ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ ഒന്നും ചെയ്യലില്ല, അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളാണ്ട് ക്ഷമിക്കുക. ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന ഈ ഭാഗത്ത് വന്നിട്ടാട്ടോ പല്ല് തേക്കാറ്. കാരണം ഈ ഭാഗത്ത് ഗ്രില്ല് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അവിടെ നിന്നിട്ട് പുറത്തത്തെ കാഴ്ചകൾ കാണാൻ പറ്റും, അടിപൊളിയാണ്. കുറേ കിളികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് പല്ലേക്കുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ചിട്ടാവും പല്ലേക്കാറ്. നമ്മൾ കാണാത്ത പലതരം കിളികളെയും കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ കുഞ്ഞു കുഞ്ഞു കിളികളായിരിക്കും ഉണ്ടാവാറ്. ചില ടൈമിൽ തത്തേനെയും കാണാറുണ്ട്. ആ ഭാഗത്ത് രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ കിളിയുടെ എല്ലാ സൗണ്ടും കേൾക്കുന്നത് നല്ല രസമാണ്. പക്ഷെ ഞാൻ എണീക്കുമ്പോൾ ഇടയ്ക്ക് മാത്രമേ അവരൊക്കെ കാണാറുള്ളൂ, കാരണം ഞാൻ നല്ല നേരം വൈകിട്ടാണ് എണീക്കാറ്. അങ്ങനെ പല്ലൊക്കെ തേച്ച് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് പല്ലേക്കും. അതാണ് മെയിൻ. അന്നത്തെ ദിവസം നല്ലതാണെങ്കിൽ അന്നത്തെ രാവിലെ ഉണ്ടാക്കിയ ഫുഡ് അടിപൊളിയാണെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ. അങ്ങനെ പല്ല് തേപ്പ് കഴിഞ്ഞിട്ട് മുഖമൊക്കെ കഴുകി ഫ്രഷായി ഇനിയാണ് പണിയെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ പോയിട്ട് ഞാൻ എൻ്റെ കലണ്ടറിൽ വെട്ടിട്ട്, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 100 ഡേ ചലഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം മെച്ചപ്പെടുന്നുണ്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്നുള്ളത് ഞാൻ നോക്കാറുണ്ട്. 100 ഡേ ആണ് ചലഞ്ചെങ്കിലും ഞാൻ 30-ാം തീയതി വരെ ആകുമ്പോഴത്തേന് എത്ര മെച്ചപ്പെടുന്നുണ്ട് എൻ്റെ ചാനൽ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല, മെച്ചപ്പെടുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബെഡ് എടുത്ത് മാറ്റാനുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ നിലത്താണ് കിടക്കാറ്. ബെഡ് നിലത്തിട്ടിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഞങ്ങൾക്ക് റൂമിലേക്ക് കടക്കാൻ പറ്റില്ല രാത്രി ആയിട്ടുണ്ടെങ്കിൽ, അത്രയും ചൂടായിരിക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഹാളിൽ ബെഡൊക്കെ ഇട്ടിട്ടാണ് കിടക്കാറ്. എന്നെക്കാളും വലിയ ബെഡായതുകൊണ്ട് തന്നെ എനിക്ക് പൊന്തിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ച് ഞാൻ എന്തോ ഒന്നിൻ്റെ കണ്ണിൽ പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അതൊക്കെ ശരിയാക്കിയിട്ട് ഫുഡ് കഴിക്കണം. ഇനി ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ഫുഡ് അനുസരിച്ച് ഇരിക്കും എൻ്റെ മൂഡ് എന്നുള്ളത്. ദോശയായിരുന്നു, മസാല ദോശ പോലത്തെ ദോശയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് നല്ല കഴിച്ചു. ഞാൻ 2 കഴിച്ചിട്ടുണ്ടായിരുന്നേ. ചായ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ എനർജി കിട്ടി. അപ്പോൾ പിന്നെ വീട്ടിലത്തെ പണിയെടുക്കാമെന്ന് വിചാരിച്ച് തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ തിരുമ്പാൻ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ വെയിലത്ത് നിന്നിട്ട് ഞാൻ തിരുമ്പേണ്ടി വരും. അങ്ങനെ തിരുമ്പാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് സെറ്റാക്കി ഞാൻ കറക്കാൻ വെച്ചു. അങ്ങനെ അതൊക്കെ സെറ്റായപ്പോൾ പിന്നെ അത് തോരയിടണം. ഞങ്ങളുടെ ഇവിടെ ഏറ്റവും വലിയ പണിയുള്ളത് സംഭവം ഇതാണ്, ഈ വെയിലത്ത് നിന്നിട്ട് തിരുമ്പിയതൊക്കെ തോരയിടാന്ന് പറയുമ്പോൾ തന്നെ അതിലും വലിയ പണി വേറെ ഒന്നുമില്ല. കാരണം അതൊക്കെ തോരട്ട് കഴിഞ്ഞ് വീട്ടിനുള്ളിലേക്ക് കയറുമ്പോഴത്തേന് മുഖം ഒരു വൈക്കായിട്ടുണ്ടാവും. അതിൽ വെയിലാണ്. നമ്മൾ പിന്നെ മടിയത്തി അല്ലാത്തതുകൊണ്ട് തിരുമ്പിയതല്ലാതും കൂടിയിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓരോന്ന് വന്നിട്ട് എടുത്തിട്ട് തോരടണം. അതിനെ കൊണ്ട് എന്തായാലും നടക്കൂല, അതും ഈ വെയിലത്ത്. അങ്ങനെ അതൊക്കെ ഒരുവിധം ആയോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളവിടുത്തെ അയൽ നല്ല വലുതായതുകൊണ്ട് തന്നെ, നല്ല നീളമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എത്തൂല. അതുകൊണ്ട് ഞാൻ ഈ കാലെത്തിച്ചിട്ടാണ് പണികളൊക്കെ. എനിക്ക് വല്ലാണ്ട് രാവിലെ പണിയൊന്നും ഉണ്ടാവാറില്ല, കാരണം ചെറിയ ചെറിയ പണികൾ ഉണ്ടാവുള്ളൂ. അടുക്കളയ്ക്ക് ഞാൻ കയറാറില്ല, കാരണം എനിക്ക് അടുക്കളയിലൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ കയറിയിട്ടുണ്ടെങ്കിൽ ഇരട്ടിപ്പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറാൻ നിൽക്കാറില്ല. പിന്നെ അടുത്തുണ്ടായിരുന്ന ചേച്ചി വർത്താനം പറയായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ച് നിന്ന് കുറച്ച് നേരം. അതും അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ച്. ഞങ്ങളിവിടെ നല്ല വെയിലായിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാവും. അപ്പോൾ പിന്നെ കുളിക്കാൻ പറ്റില്ല, ചൂടുവെള്ളത്തിലായിരിക്കും കുളിക്കേണ്ടി വരിക. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ച്. അപ്പം ശരി, വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.